ഗൈസ്, അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ എണീച്ച് നോക്കുമ്പോൾ ഒരാൾ വിശന്ന് സങ്കടപ്പെട്ടിരിക്കുവാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി സങ്കടപ്പെട്ടോടെന്ന് ഓർത്ത് കുറച്ച് ബിസ്ക്കറ്റ് ഒക്കെ തിന്നണ കാണിച്ചു കൊടുത്തു. ഞാൻ എന്ത് സാധനമാണല്ലേ. റെഡിയായി നേരെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇതാ ഈ കാഴ്ച കാണുന്നത്. മേലത്ത് വീട്ടിൽ പൂച്ചക്കുട്ടികളാണ് രണ്ടും. എന്നിട്ട് കുറച്ചേരം അതിനെ വായി നോക്കി നിന്നു. ഒരുപാട് നേരം നോക്കിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ ബസ് പോകുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് വന്നു. അങ്ങനെ ബസ് പോകുന്നവർക്ക് ഓടി വന്നപ്പോഴാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്. റോഡ് പണി ആയതുകൊണ്ട് തന്നെ ആ വഴിക്ക് ബസ് വരത്തില്ല. എന്താ ചെയ്യാന്ന് അറിയാണ്ട് കിളി പോയി നിൽക്കുക. വാപ്പായാണെങ്കിൽ പണിക്കും പോയി അറ്റൻഡൻസ് പോവല്ലോ എന്നുള്ള വിഷമത്തിൽ ഞാൻ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. നമുക്കൊരു ഇക്കാക്കണ്ടല്ലോ അതിന് വിളിക്കാന്ന്. അങ്ങനെ എന്നെ ബസ് സ്റ്റോപ്പ് ആക്കി തന്നു. പ്രൈവറ്റ് ബസ് കയറി എങ്ങനെയൊക്കെയോ കോളേജിലെത്തി. 2 ബസ് കയറണേ ലേറ്റ് അയച്ചെന്ന് അറ്റൻഡൻസ് തരൂല. അങ്ങനെ 9:30 എത്തേണ്ട ഞാൻ 9:45 ക്ലാസ്സിലെത്തി. ഇന്റർവെല്ലായപ്പോൾ ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി. പുറത്തുപോയാൽ നമ്മളെ സ്ഥിരം സ്ഥലം ഇതാണല്ലോ. ഇന്റർവെല്ലും ഫ്രീ പീരീഡും എന്തൊക്കെ വന്നാലും ഞങ്ങൾ വരുന്ന കട ഇതാണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പുതിയ സ്റ്റോക്കുകളും എന്തൊക്കെ വന്നിട്ടുണ്ടെന്നും എല്ലാം അരിച്ച് പറക്കി. അവിടെ കിടന്ന് കുറച്ചു നേരം കറങ്ങി 2 ക്രിസ്പലോയും മേടിച്ച് നേരെ കോളേജിലേക്ക് വിട്ടു. ഇന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ഇവൾക്ക് 2 മിനിറ്റ് മതിട്ടോ കടന്നുറങ്ങാൻ. അവള് മേടിച്ച് കുറ്റി ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യാണ് കേട്ടോ. ഉച്ചയപ്പോൾ നമ്മളെ ഫേവറേറ്റ് ബിരിയാണി സ്പോട്ട് പോയിട്ട് ഓരോ ബിരിയാണി ഇങ്ങോട്ട് കഴിച്ചു. കൂടെ ഒരു മിഠായും. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് വെച്ചാൽ രാവിലെ ഇവിടെ വന്നപ്പോൾ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. അതിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് സംഭവം. നല്ല ക്യൂട്ടായിട്ടില്ലേ. ജൂനിയേഴ്സിനെ കണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരാളുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നുണ്ടായിരുന്നു. അതും കഴിച്ചു. എന്നിട്ട് കോളേജ് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്ന വഴിക്ക് ഇവരെയും കണ്ടു. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ ബൈ.